അടുത്ത വാർത്തയിലേക്ക്. ആഗോള അയ്യപ്പ സംഗമത്തിൽ സ്വീകരിക്കേണ്ട നിലപാട് ചർച്ച ചെയ്യാൻ UDF അടിയന്തര യോഗം ഇന്ന്. അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് മുന്നണിയിലെ ഭിന്നത പരസ്യമായ സാഹചര്യത്തിലാണ് യോഗം ചേരുന്നത്. അതേസമയം ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സ്വീകരിച്ച പുതിയ നിലപാടും ചർച്ചയാവുകയാണ്. TV പ്രസാദ് ഉണ്ട് വിവരങ്ങൾ നൽകാൻ. TV പ്രസാദ്, ഗുഡ് മോർണിംഗ്. ഇന്നലെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് ഇത് നല്ല കാര്യമാണെങ്കിൽ സർക്കാർ ആണെങ്കിലും അതിനെ എതിർക്കേണ്ടതില്ലല്ലോ എന്നുള്ളതാണ്. അപ്പോൾ അയ്യപ്പ സംഗമത്തിൽ ഇന്നിപ്പോൾ നിലപാട് ഇന്നിപ്പോൾ ഈ ഒരു വിഷയത്തിൽ ചർച്ച ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ചർച്ചയാവുക, എന്തൊക്കെയാണ് അജണ്ടകൾ? ഗുഡ് മോർണിംഗ് ശ്രുതി, കീർത്തന. ഇത് UDFനെ സംബന്ധിച്ച് ഒരു ഇരുതല മൂർച്ചയുള്ള വാളാണ് എന്ന് പറയേണ്ടി വരും. കാരണം തീരുമാനം എങ്ങനെ എടുത്താലും അത് അപകടം പറ്റാൻ സാധ്യതയുള്ളതാണ് എന്നതാണ്. തുടക്കത്തിൽ തന്നെ BJP ഇതിനെ പല്ലും നഖവും ഉപയോഗിച്ച് എതിർത്തു എന്ന് മാത്രമല്ല, BJPക്കായാലും ഇത് പൂർണ്ണമായും എതിർക്കാൻ കഴിയില്ല. കാരണം അയ്യപ്പന്മാരുടെ ഒരു സംഗമം നടത്തുന്നതിനെ എങ്ങനെയാണ് BJP എതിർക്കുന്നത് എന്ന വിമർശനം ഉയരുന്നത് കൊണ്ട് തന്നെ അവരാദ്യം പിടിച്ചത് സ്റ്റാലിനെ വരാൻ സമ്മതിക്കില്ല എന്നായിരുന്നു. സ്റ്റാലിൻ പിന്മാറിയതോടുകൂടി BJP കടുത്ത പ്രതിസന്ധിയിലായി. മിനിഞ്ഞാന്നെടുത്ത നിലപാട് ഒരു കാരണവശാലും യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയിലെ നിലപാട് അത് തിരുത്തിയില്ലെങ്കിൽ അയ്യപ്പ സംഘവുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ്. അതിൽ നിന്ന് തിരുത്തും എന്ന നിലപാട് ഇന്നലെ ഏതാണ്ട് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്ന് വന്നു. പിന്നീട് ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ന കാര്യത്തിൽ BJPയും ആശയക്കുഴപ്പത്തിലാണ്. സംഘപരിവാർ സംഘടനകളാണെങ്കിൽ നേരത്തെ തന്നെ കേസ് പിൻവലിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കാണ് കടക്കുകയും ചെയ്തത്. ഇപ്പോൾ UDFനാണെങ്കിൽ ആഗോള അയ്യപ്പ സംഗമം അതിനെ സംബന്ധിച്ചൊരു നിലപാട് ഇതുവരെയും അവർക്ക് പറയാൻ കഴിഞ്ഞില്ല. ഇതിൽ ഒരു പ്രത്യേകതയുള്ളത്, സർക്കാരിൻ്റെ പരിപാടികളുമായി ഇതുവരെ സഹകരിക്കാത്ത NSSനെ ഈ ആഗോള അയ്യപ്പ സംഘവുമായി സഹകരിപ്പിക്കാൻ സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളത് അത് BJPയിലും വലിയ ഞെട്ടൽ ഉളവാക്കിയിട്ടുണ്ട്. SNDPയും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും പ്രമുഖമായ രണ്ട് സമുദായ സംഘടനകളുടെ പിന്തുണയുള്ളത് കൊണ്ട് തന്നെ UDFന് ഇതിനെ അനുകൂലിക്കണോ പ്രതികൂലിക്കണോ എന്നത് സംബന്ധിച്ചുള്ള ഏറ്റവും നിർണായകമായ കാര്യത്തിലേക്കായിരിക്കും. അങ്ങനെ എതിർത്തു പോകാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാവുന്നതുപോലെ ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് വലിയ ഡാമേജാണ് അന്നത്തെ സർക്കാരിനും പ്രത്യേകിച്ച് CPIMനും ഉണ്ടായത്. അതിൽ നിന്ന് കരകയറുന്നതിനുൾപ്പെടെയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പാകെ, പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പാകെ ഇങ്ങനൊരു അയ്യപ്പ സംഗമം നടത്തിക്കൊണ്ട് തങ്ങൾ വിശ്വാസത്തിനെതിരല്ലെന്നും തങ്ങൾ ശബരിമലയ്ക്ക് വേണ്ടി നിൽക്കുന്നവരാണ് എന്ന പ്രതീതി ജനങ്ങളിൽ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഇന്നത്തെ UDF യോഗത്തിന്റെ പ്രസക്തി ഏറെയാണ്. അയ്യപ്പ സംഗമത്തിനെ പൂർണ്ണമായി തള്ളിക്കളയാൻ കഴിയില്ല, പക്ഷേ ചില കാര്യങ്ങൾ മുന്നോട്ട് വെക്കുമായിരിക്കും. ഒരുപക്ഷെ അന്നത്തെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇതിന് പിന്തുണ കൊടുക്കുക എന്ന നിലപാടായിരിക്കുമോ സ്വീകരിക്കുക എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. എന്തായാലും നിലപാട് ഏറെ പ്രധാനം തന്നെയാണ്. കീർത്തന, ശ്രുതി. തീർച്ചയായിട്ടും നിലപാട് ഏറെ പ്രധാനമാണ്. ഇതിൽ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സ്വീകരിച്ച ഒരു പുതിയ നിലപാട് കൂടി ചർച്ചയാവുകയാണല്ലോ TV പ്രസാദ്. ഉറപ്പായും അത് തന്നെയാണ്. അതായത് നേരത്തെ നമുക്കറിയാവുന്നതുപോലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് LDF സർക്കാർ ഒരു ശക്തമായ നിലപാടിൽ തന്നെയായിരുന്നു. സുപ്രീം കോടതിയുടെ ഉത്തരവ് കൂടിയുള്ള സാഹചര്യത്തിൽ യുവതികൾ കയറട്ടെ എന്ന ഒരു സാഹചര്യമായിരുന്നു. പിന്നീട് രണ്ട് യുവതികൾ ശബരിമലയിലേക്ക് പോലീസ് സംരക്ഷണയിൽ കയറുകയും ചെയ്തു. അത് വലിയ വിവാദമായി. അത് BJP സംഘപരിവാരങ്ങൾ കാര്യമായി ഏറ്റെടുത്തു. UDFലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാക്കി. പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ അത് വലിയ ദോഷമാണ് LDF സർക്കാരിനും ഒപ്പം CPIMനും ഉണ്ടാക്കിയത് എന്നുള്ളതാണ്. അതിൻ്റെ കേടുപാട് തീർക്കാനുള്ള വലിയ ശ്രമം അത് പാർട്ടിയിലും മുന്നണിയിലുമെല്ലാം വലിയ ചർച്ചകൾ നടന്നു. അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇങ്ങനെയൊരു അയ്യപ്പ സംഗമത്തിലേക്ക് കടക്കുന്നത്. അയ്യപ്പ സംഗമത്തിലേക്ക് കടക്കുമ്പോഴാണ് യുവതീ പ്രവേശന സമയത്തുണ്ടായ സമരങ്ങളെ അനുസ്മരിപ്പിക്കാൻ BJP തയ്യാറാകുന്നത്, സംഘപരിവാരങ്ങൾ തയ്യാറാകുന്നത്. ആ സമയത്തുണ്ടായിരുന്ന കോലാഹലങ്ങൾ നിലവിലെ സാഹചര്യം അനുസരിച്ച് സുപ്രീം കോടതിയിലെ സർക്കാരിൻ്റെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെയും സ്റ്റാൻഡ് എന്ന് പറയുന്നത് യുവതീ പ്രവേശനമാകാം എന്നുള്ളതാണ്. അതിലാണ് ഇനിയിപ്പോൾ തിരുത്തൽ വരുത്താൻ പോകുന്നത്. നിയമോപദേശം തേടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ആ നിലപാടിൽ നിന്ന് സർക്കാർ ദേവസ്വം ബോർഡ് പിന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. രണ്ട് ഹർജികൾ അവിടെയുണ്ട്. അതിലുള്ള നിലപാടും ഏറെ നിർണായകം തന്നെയാണ്. എന്തായാലും ദേവസ്വം ബോർഡിന്റെ ഈ നിലപാട് ഈ സമയത്ത് ഏറെ പ്രധാനമാണ്. അത് അയ്യപ്പ സംഗമം എങ്ങനെയെങ്കിലും നടത്തുക എന്നുള്ള നിലപാട് കൂടിയാണ്. ആഗോള അയ്യപ്പ സംഗമം നടത്തിയാൽ അതിൻ്റെ ഒരു വലിയ ഒരു നേട്ടം സർക്കാരിനും പ്രത്യേകിച്ച് മുന്നണിക്കും ഉണ്ടാകും എന്ന് തന്നെയാണ് സർക്കാർ കരുതുന്നത്. ഓക്കെ, വ്യക്തമാണ്. TV പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും നിർണായകമായിട്ടുള്ള യോഗമായിരിക്കും ഇന്ന്. ആഗോള അയ്യപ്പ സംഗമത്തിൽ സ്വീകരിക്കേണ്ട നിലപാടായിരിക്കും UDF അടിയന്തര യോഗത്തിൽ ഇന്ന് ചർച്ച